ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മെയ് മാസം 23-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന സംഖ്യാപുസ്തകം 22-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഒരു കഴുത സംസാരിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അധ്യായത്തിന് വായ തുറക്കപ്പെട്ട കഴുത എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. വായ തുറക്കപ്പെട്ട കഴുത. ഊമജന്തുവിൻ്റെ വായ ദൈവം തുറന്നത് ലോകത്തിലെ അതിശയങ്ങളിലൊന്നാണ്. ഇതുവരെയും ഏതെങ്കിലും കഴുതയോ കുതിരയോ പശുവോ കാളയോ ഒന്നും സംസാരിച്ചതായിട്ട് കേട്ടിട്ടില്ല. അതൊക്കെ അമറും അതിൻ്റേതായിരിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുമെന്നല്ലാതെ വ്യക്തമായിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അത് സംസാരിച്ചതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ ഒരിക്കൽ അതങ്ങനെ സംഭവിച്ചു. അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്കുള്ളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവജനത്തെ ശപിക്കുവാനായിട്ട് കള്ളപ്രവാചകനായ ബിലെയാമിനെ ബാലാക്ക് വാടകയ്ക്ക് എടുത്തു. അതെ, ബിലെയാം ശപിച്ചാൽ ബിലെയാം ശപിക്കുന്നതിന് ശപിക്കപ്പെട്ടിരിക്കുമെന്നാണ് ബാലാക്കിൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം വരാനുള്ള കാരണം എന്താണ്? ബിലെയാം ആരെയെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും അങ്ങനെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ ശപിക്കണം. അതിനുവേണ്ടി കള്ളപ്രവാചകനായ ബിലെയാമിനെ ബാലാക്ക് വാടകയ്ക്കെടുത്തു. പണത്തിൻ്റെ സ്വാധീനത്താൽ അവൻ വഞ്ചിക്കപ്പെട്ടു. കാരണം അവനോട് പറഞ്ഞു, നീ ഇസ്രായേലിനെ ശപിച്ചാൽ ഞാൻ നിനക്ക് ചോദിക്കുന്ന കാശ് തന്നേക്കാം. അങ്ങനെ പറയില്ല, ചോദിക്കുന്ന കാശ് എത്ര വേണം, ലോഡ് കണക്കിന് വേണ്ടി തരാം, എത്ര വേണമെങ്കിലും തരാം, ഒന്ന് ശപിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബിലെയാം ഒരുമാതിരി ഒരു പകുതി വാട്ടപ്പരുവത്തിലുള്ള ഒരു ഭക്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അനീതിയായത് ചെയ്താൽ ദൈവം അനുവദിക്കില്ലെന്നുള്ള കാര്യം അവനറിയാം. എന്നാൽ അനീതി ചെയ്തായാലും പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ബാലാക്കിൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന അവൻ ചാക്ക് കണക്കിന് കൊണ്ടുവന്നതായിരിക്കുന്ന സ്വർണവും വെള്ളിയും ബിലെയാമിന് വേണമെന്ന് അവൻ അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം തന്നെ അവൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലിനെ ശപിച്ചാൽ അങ്ങനെ ശപിക്കപ്പെടുകയില്ല, അങ്ങനെ ശപിക്കാനും ഒക്കുകയില്ല ദൈവം അനുവദിക്കാതെ. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ ശപിക്കുവാൻ തന്നെ അനുവദിക്കുന്നില്ല എന്ന് ബിലെയാം കണ്ടു. അവനറിയാമായിരുന്നു. എങ്കിലും ഒന്ന് പൊന്നിൻ്റെ തിളക്കം അവനെ നിർബന്ധിച്ചു. ഇത്രയും കാശ് ചാക്കിലെ സ്വർണം തുറന്ന് കാണിച്ച് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പ്രാവശ്യം അവൻ പോയി. ഒടുവിലെ പ്രവാചകന് ദൈവം പോകാൻ പറഞ്ഞു. ശരി. എന്നാൽ തൻ്റെ കഴുതയ്ക്ക് അവനേക്കാൾ കൂടുതൽ സെൻസ് ഉണ്ടായിരുന്നു. ചില ആളുകളെ നമ്മൾ കഴുതയെന്ന് വിളിക്കും. എന്തിനാ അങ്ങനെ കഴുതയുടെ പേരെന്തിനാ കളയുന്നത് ഞാൻ വിചാരിക്കും. കഴുതയ്ക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ സെൻസ് ഉണ്ടായിരുന്നു. ഏതായാലും ബിലെയാമിനേക്കാൾ കൂടുതൽ സെൻസ് കഴുതയ്ക്കുണ്ടായിരുന്നു. ഒടുവിലെ പ്രവാചകന് പോകുവാനായിട്ട് നിശ്ചയിച്ചു. തൻ്റെ കഴുതയ്ക്ക് കോപ്പിട്ടു, കഴുതയെ കയറി, കഴുതയിൽ മേൽ കയറി അങ്ങനെ പോയി. പക്ഷേ ദൈവം ഒരു ദൂതനെ അയച്ച് ബിലെയാമിൻ്റെ വഴി തടഞ്ഞു. ദൈവദൂതനെ കണ്ട കഴുത വഴി മാറിപ്പോയി. ഒടുവിൽ ബിലെയാമിന് കാര്യം മനസ്സിലായില്ല. കഴുത ഇങ്ങനെ വഴി മാറി പോകുന്നത് ബിലെയാമിനൊട്ടും ഇഷ്ടമായില്ല. വർഷങ്ങളായിട്ട് താൻ ഉപയോഗിക്കുന്ന കഴുതയാണ്, ഇതൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബിലെയാം കഴുതയെ തല്ലി, നന്നായിട്ട് തല്ലിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം കഴുതയുടെ വായ തുറന്നു, ബിലെയാമിനെ ശാസിച്ചു. ജന്തുക്കളോടുള്ള മനുഷ്യൻ്റെ ന്യായരഹിതമായ പെരുമാറ്റം എത്ര കഠിനമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവയെ തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഊമജന്തുവാകിയാൽ മറുപടി പറയാൻ കഴിയുകയില്ല. എന്നാൽ അവയെ സൃഷ്ടിച്ച ദൈവം അവയുടെ വായ തുറന്നാൽ ആ ജന്തുക്കൾക്കൊക്കെ ചിലത് പറയുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. നാം വെറുതെ എറിയുന്നതായിരിക്കുന്ന ഓന്തും പാമ്പും ഇങ്ങനെ വെറുതെ പോകുന്നതായിരിക്കുന്ന ജീവികളെയൊക്കെ പിള്ളേർ കല്ലെടുത്ത് എറിയും, അതിനെടുത്ത് മുറിപ്പെടുത്തുകയും വേദനിക്കുകയും ചെയ്യും. ദൈവം അതിൻ്റെ വായെന്ന് തുറന്നെങ്കിൽ അത് ചോദിക്കും, എന്നെ എന്തിനാ കുഞ്ഞുങ്ങളെ വെറുതെ എറിയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു ദോഷവും ചെയ്തില്ലല്ലോ എന്ന്. അവർ പറയും, ഞങ്ങൾക്കൊരു രസം, നിങ്ങളുടെ രസത്തിന് വേണ്ടി ഞാൻ ഏറുകൊള്ളണോ, നിങ്ങളുടെ രസത്തിന് വേണ്ടി ഞാൻ ഏറുകൊള്ളണോ? അങ്ങനെ അരുത്, ഒരിക്കലും അങ്ങനെ അരുത്. കഴുത ശാസിച്ചു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ബിലെയാമിനെ വാസ്തവത്തിൽ ശാസിക്കേണ്ടത് ദ്രവ്യാഗ്രഹത്തിനെതിരെയല്ലേ. അതായിരുന്നില്ലേ അവൻ്റെ പ്രശ്നം. കഴുത എന്താ, ദ്രവ്യാഗ്രഹിയായ ബിലെയാമേ, നിൻ്റെ ദ്രവ്യാഗ്രഹം ഒന്ന് വിടടാ എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ദ്രവ്യാഗ്രഹത്തിനെതിരെ ഒന്നും കഴുത പ്രസംഗിച്ചില്ല. അതിനെ അടിക്കുന്നതിനെതിരെ മാത്രമായിരുന്നു അത് സംസാരിച്ചത്. ദൈവം ബിലെയാമിൻ്റെ കണ്ണ് തുറക്കും വരെ കഴുതയുടെ പ്രസംഗം ഗുണം ചെയ്തില്ല. കഴുതയുടെ വായ തുറക്കുന്നത് കൊണ്ട് മാത്രം ബിലെയാമിൻ്റെ പ്രശ്നം തീരുകയില്ല. ബിലെയാമിൻ്റെ കണ്ണും തുറക്കപ്പെടണം. ഇന്നും അങ്ങനെയാണ്. ചില മനുഷ്യർക്ക് നമ്മൾ എത്ര ബുദ്ധിപദേശം കൊടുത്താലും ഒരു പ്രയോജനമില്ല. അവരുടെ കണ്ണ് തുറക്കണം, അവരുടെ ഹൃദയത്തിന് കണ്ണ് തുറക്കണം. നമ്മളെത്ര നീ അത് ചെയ്യരുത് മോനെ, അത് ചെയ്താൽ നിനക്ക് ഈ ദോഷം ഉണ്ടാകും നമ്മളെത്ര വ്യക്തമായി വരച്ച് കാണിച്ചാലും അവർ പോയി ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. നമ്മുടെ കണ്ണ് മാത്രം തുറന്നുകൊണ്ടായില്ല, നാം ശുശ്രൂഷിക്കുന്ന ആളുകളുടെയും കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. കഴുതയുടെ വായ തുറന്നുകൊണ്ട് മാത്രം എന്താ, ബിലെയാമിൻ്റെയും വായ തുറക്കണം. ബിലെയാമിൻ്റെ വായ തുറന്നപ്പം ബിലെയാം പറഞ്ഞത് എന്താ, കഴുതയ്ക്കെതിരെയാണ് പറഞ്ഞത്.
വാളുണ്ടായിരുന്ന ഇനി ഞാൻ കൊന്നുകളയുമെന്നാണ് പറഞ്ഞത്. വാളുണ്ടായിരുന്ന ഇനി ഞാൻ കൊന്നുകളയുമെന്നാണ്. അപ്പോൾ ബിലെയാമിൻ്റെ കണ്ണ് തുറക്കുന്നവരെ കഴുതയുടെ പ്രസംഗം ഒരു ഗുണവും ചെയ്തില്ല. കഴുതയുടെ വായ് തുറക്കുന്നത് കൊണ്ട് മാത്രം ബിലെയാമിൻ്റെ പ്രശ്നം തീർന്നുമില്ല. ബിലെയാമിൻ്റെ കണ്ണ് തുറക്കപ്പെടണം. ഒടുവിൽ ദൈവം ബിലെയാമിൻ്റെ കണ്ണ് തുറന്നു. പക്ഷേ ബിലെയാമിന് മാനസാന്തരം വന്നില്ല. അവൻ ദൈവഹിതത്തിനെതിരെ അവൻ്റെ യാത്ര തുടരുകയാണ് ചെയ്തത്. ആ യാത്ര അവന് യാതൊരു പ്രയോജനവും ചെയ്തില്ല. ദൈവത്തിനെതിരെ നാം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും ഫലിക്കുകയില്ല. അങ്ങനെയാണ് കേട്ടോ. ദൈവത്തിനെതിരെ ആ ബിലെയാമിന് നന്നായിട്ട് അറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം ശപിക്കാൻ അനുവദിക്കുകയില്ല. അവർ ദൈവത്തിൻ്റെ ജനമാണ്. ഞാൻ യാക്കോബിൽ ദോഷം കാണുന്നില്ലെന്നാണ്. ബിലെയാമിനുള്ളതുപോലെയുള്ളതായിരിക്കുന്ന ദുഷ്യൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് ഒന്നും ഇസ്രായേൽ മക്കൾക്കില്ല. അവരെ വെറുതെ എന്തിനാണ് ശപിക്കാനായിട്ട് പോകുന്നത്? അവരെ വെറുതെ ശപിക്കാനായിട്ട് പോകരുത്. അതുകൊണ്ട് ദൈവം കഴുതയെ ഉപയോഗിച്ച് പ്രവാചകനെയും ശാസിച്ചു. അപ്പോൾ ദൈവഹിതപ്രകാരം സകലവും ചെയ്യുവാനും ദൈവഹിതപ്രകാരം അല്ലാത്തവയൊക്കെ ഉപേക്ഷിക്കാനും ദൈവം നമുക്ക് ബുദ്ധിയുപദേശം നൽകണം. അതെ, ബിലെയാമിന് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ കാര്യം മനസ്സിലായി. അതെ, താൻ അനുദപിച്ചോന്ന് എനിക്കറിയില്ല. അനുദപിച്ച് കാണാനൊന്നും വഴിയില്ല. കാരണം ആ ദ്രവ്യാഗ്രഹത്തിൻ്റെ സ്വർണത്തിൻ്റെ ആ തിളക്കം അവൻ്റെ കണ്ണുകളെ അന്ധമാക്കി കളഞ്ഞു, അവൻ്റെ മനസ്സിനെ അന്ധമാക്കി കളഞ്ഞു. എങ്ങനെയെങ്കിലും അതശകലം കിട്ടണം, അതിനുവേണ്ടി അങ്ങനെ പോവുകയാണ്. ചില മനുഷ്യർ അങ്ങനെയാണ്. എന്ത് ന്യായവും വേണമെങ്കിലും അവർക്ക് കിട്ടേണ്ട കാര്യം സാധിക്കാനായിട്ട് എന്ത് ന്യായവും അവരുപയോഗിക്കും, എന്ത് വ്യാജവും അവർ പറയും, എങ്ങനെ വേണമെങ്കിലും അവർ കാര്യങ്ങളെ വളച്ച് ഒടിക്കും. അങ്ങനെ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ബിലെയാമിൻ്റെ പാഠം നമുക്കൊരു വലിയ പാഠമായിരിക്കട്ടെ. അത് സത്യത്തിനെതിരെ നമുക്ക് പണസമ്പാദനത്തിന് വേണ്ടി പോകരുത്. പണത്തിൻ്റെ മോഹം തെറ്റ് ചെയ്യുവാനും ആരെയും ശപിക്കാനും നമ്മെ ഒരിക്കലും ഇടയാക്കരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.